പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. നമ്മൾ കർത്താവിൻ്റെ തിരുനാളുകളിലൂടെ കടന്നു പോവുകയാണ്. അടുത്ത ഞായറാഴ്ച പരിശുദ്ധ കുർബാനയുടെ തിരുനാളാണ്. ഈശോയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും തിരുനാൾ. ഇത് ദൈവം നൽകിയിട്ടുള്ള വലിയ ഒരു അനുഗ്രഹമാണ്. 2 കൊരിന്തോസ് 9:15 പറയുന്നൊരു വചനമാണ്, അവർണ്ണനീയ ദാനത്തിന് അങ്ങേക്ക് നന്ദി, അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി. 2 കൊരിന്തോസ് 9:15 അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിന് നന്ദി. നമ്മളിങ്ങനെ നന്ദിയോടുകൂടെ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് നല്ല ആഗ്രഹത്തോടുകൂടെ ചെയ്യണം. ആർക്കോ വേണ്ടിയിട്ടെന്ന പോലെ ആകരുത് പരിശുദ്ധ കുർബാന അർപ്പണം. നമുക്കൊരു നിയമമുണ്ട്, കൽപ്പനയുണ്ട്, അതുകൊണ്ട് നമ്മൾ പങ്കുചേരുന്നു, അങ്ങനെ ആകരുത്. നമ്മൾ നല്ല ആഗ്രഹത്തോടെ നല്ല മനസ്സോടുകൂടി ഈ കുർബാന അർപ്പിക്കണം. കുർബാന സ്വീകരണം ഇത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. എനിക്ക് നല്ല ആഗ്രഹമുണ്ടോ? പരിശുദ്ധ കുർബാനയ്ക്ക് മുൻപിൽ നമ്മൾ കുർബാനയുടെ ഈ ശുശ്രൂഷയുടെ പ്രാരംഭ ഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ എനിക്ക് നല്ല ആഗ്രഹമുണ്ടോ? ഈശോയെ നിന്നെ കൗതാശികമായിട്ട് സ്വീകരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടോ? ഇത് ആഗ്രഹം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പോഴാണ് ഇത് ഈ വലിയ നിധി നമുക്ക് അനുഗ്രഹമായിട്ട് മാറുക. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടത്ര ബഹുമാനം കൊടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, ആഗ്രഹിക്കാതെ, അത്ര കണ്ടങ്ങ് ആഗ്രഹിക്കാതെ ഒരു റൊട്ടീൻ കണക്ക് ഇതങ്ങ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ദൈവത്തോട് നമുക്ക് മാപ്പ് ചോദിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ
നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ ശക്തി കേന്ദ്രമായ ദൈവമേ, ഞങ്ങളുടെ അപേക്ഷകൾ കനിവാർന്ന് ശ്രവിക്കണമേ. നശ്വരമായ ബലഹീനതയ്ക്ക് അങ്ങേ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയാത്തതിനാൽ അങ്ങേ കൃപയുടെ സഹായം എപ്പോഴും നൽകണമേ. അങ്ങേ കൽപ്പനകൾ പിഞ്ചെന്ന ചിന്തയിലും പ്രവൃത്തിയിലും അങ്ങേ ഞങ്ങൾ പ്രസാദിപ്പിക്കുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന് 9-ാം അധ്യായം 6 മുതൽ 11 വരെ തിരുവചനങ്ങൾ. സഹോദരരെ, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് വഴങ്ങിയോ ആകരുത്. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി, അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരുകയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും. നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാ വിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളുടെ ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രമായി പരിണമിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും. സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. അവൻ്റെ ഭവനം സമ്പൽ സമൃദ്ധമാകും. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശം ഉദിക്കും. അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. അവൻ ദരിദ്രർക്ക് ഉദാരമായി ദാനം ചെയ്യുന്നു. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ അഭിമാനത്തോടെ ശിരസ്സുയർത്തി നിൽക്കും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വരികയും ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ.
മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്കു മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുൻപിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത്ത് കൈ ചെയ്യുന്നത് ഇടത്തു കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നീ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്കു സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുകയാണ്. അടുത്ത ഞായറാഴ്ചയാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ. കോർപ്പൂസ് ക്രിസ്തി എന്നാണ് ലാറ്റിൻ പ്രയോഗം. ഈശോയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും തിരുനാൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആത്മീയതയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ പരിശുദ്ധ കുർബാന. നമ്മൾ ഇന്നത്തെ സുവിശേഷവും വചനമൊക്കെ വെച്ച് നോക്കുമ്പോഴും നമ്മളിത് ആരോ കാണിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യമല്ല. നമുക്ക് നല്ല ആഗ്രഹത്തോടെ ചെയ്യണം. ഇപ്പോൾ ഈ കൂട്ടത്തിലുള്ളവരും ചിലപ്പോൾ നമ്മൾ ഇടവക പള്ളിയിലൊക്കെ ആണെങ്കിലും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് നല്ല ആഗ്രഹത്തോടു കൂടെയാണ്. ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ അടുത്തുള്ളവരെന്ത് വിചാരിക്കും? ഞാൻ വല്ല പാപിയാണെന്ന് വിചാരിച്ചാലോ? ഞാൻ യോഗ്യത ഇല്ലെങ്കിലും ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും എന്ന് കരുതി നമ്മുടെ അയോഗ്യതയൊക്കെ മറച്ചു വച്ചിട്ട് നമ്മൾ ആളുകളെ കാണിക്കാൻ വേണ്ടി, ഞാൻ വലിയ തിരക്കേടില്ലാത്ത ആളാണ്, അല്ലെങ്കിൽ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക എന്നതും അത് അതിൻ്റെ കൂടെ പോകുന്ന കാര്യമാണല്ലോ കുമ്പസാരം. അപ്പോൾ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്ന് മറ്റുള്ളവർ വിചാരിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കുർബാന സ്വീകരിക്കുന്നവരാണോ? ഇത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ധ്യാനിക്കണം ഇത്. നമുക്ക് യഥാർത്ഥത്തിൽ ആഗ്രഹമുണ്ടോ? ഒരു ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആളുകളുടെ മുമ്പിൽ ഭിക്ഷ യാചിക്കുന്നത് അയാൾക്ക് വേറൊരു വഴിയില്ലാത്തത് കൊണ്ടാണ്. അമ്മ എന്തെങ്കിലും തരണേ, അമ്മ എന്തെങ്കിലും തരണേ, ഇങ്ങനെ ചോദിക്കുന്നത് വേറൊന്നും നോക്കാനില്ല ഇനി. പക്ഷേ ദുരഭിമാനമുള്ള ഒരാൾ ഇങ്ങനെ മുണ്ട് മുറുക്കി കുത്തി നടക്കുക എന്ന് പറയല്ലേ, അപ്പോൾ വീട്ടിൽ പട്ടിണിയും ദാരിദ്ര്യവും ആയിരിക്കും. പക്ഷെ ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടി, ആളുകൾ അറിഞ്ഞാൽ നാണക്കേടാണെന്ന് കരുതി അയാൾ കൈ നീട്ടുകയല്ല. യഥാർത്ഥത്തിൽ നല്ല ആഗ്രഹത്തോടെ സ്വീകരിക്കുമ്പോഴാണ് പരിശുദ്ധ കുർബാന അനുഗ്രഹമാകുന്നത്. നമുക്ക് വലിയ ആഗ്രഹമില്ല, നമ്മളൊരു ദുരഭിമാനത്തിൻ്റെ പേരിൽ ഞാൻ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് കുർബാന സ്വീകരിക്കുകയാണെങ്കിൽ കുർബാന വലിയ അനുഗ്രഹമാകണമെന്നില്ല. ഇന്നത്തെ ഒന്നാം വായനയിൽ 2 കൊറിന്തോസ് 9 അധ്യായമാണ്. ഇത് വിശുദ്ധർക്കുള്ള ധനശേഖരണം എന്ന ടൈറ്റിലോടുകൂടി പറയുന്ന കാര്യമാണ്. അത് പണസംബന്ധമായിട്ടുള്ള, അത് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. പക്ഷേ പരിശുദ്ധ കുർബാനയുമായിട്ട്
ബന്ധപ്പെടുത്തി ധ്യാനിക്കുമ്പോൾ വളരെ സുന്ദരമാണ്. സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഇതിന് വില കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ, നല്ല മൂല്യം കൊടുത്ത്, നല്ല ആഗ്രഹത്തോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയാണെങ്കിൽ ഇത് വളരെ സുന്ദരമാണ്, ഫലവത്താണ്. നല്ല ആഗ്രഹത്തോടെ സ്വീകരിക്കുകയാണെങ്കിൽ, എൻ്റെ ഈശോയെ നീ എൻ്റെ ഉള്ളിലേക്ക് വരികയാണല്ലോ എന്ന് നല്ല ആഗ്രഹത്തോടെ സ്വീകരിക്കുകയാണെങ്കിൽ പരിശുദ്ധ കുർബാന അത്ഭുതമാണ് നമ്മുടെ ഉള്ളിൽ. അല്ലെങ്കിൽ അതുകൊണ്ട് അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും. എത്രമാത്രം ആഗ്രഹമുണ്ടോ അത്രയും അനുഗ്രഹം, അത്രയും നമുക്ക് റിസൾട്ട് കിട്ടും. അത്ര കണ്ട് ആഗ്രഹമില്ലെങ്കിൽ അത്ര ഒന്നും നമുക്ക് കൊയ്യാൻ പറ്റില്ല ഈ പരിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് എത്ര നാളായി പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്, എന്നിട്ട് അത്ഭുതം സംഭവിച്ചോ? ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചോ? കാരണം യഥാർത്ഥത്തിൽ ഈശോ തന്നെയാണത്. ഈശോ തന്നെ ഉള്ളിലേക്ക് വന്നിട്ട് അത്ഭുതം ഒന്നും നടക്കുന്നില്ല. എന്തുകൊണ്ടാ? ഒരു തീക്ഷ്ണത പോലും കിട്ടുന്നില്ല. പ്രാർത്ഥനാ ജീവിതമൊക്കെ വെറുതെ എങ്ങനെ പോവുക. നല്ല ഈശോ, എൻ്റെ ഈശോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജീവിതം ഉണ്ടോ? എൻ്റെ ഈശോ എന്ന് പറഞ്ഞ് ജീവിതം ദൈവത്തിന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഈശോയ്ക്ക് നിരക്കാത്ത കാര്യം ചെയ്യില്ലല്ലോ. പള്ളി വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഈശോ സ്നേഹം. ബാക്കിയുള്ള സമയം നമ്മൾ ധ്യാനിക്കേണ്ട കാര്യം. അല്ലെങ്കിൽ ഈശോ ഇങ്ങനെ ഞാൻ രക്ഷകനാണെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ രക്ഷ കിട്ടാൻ വേണ്ടി, പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചില ദുരാചാരങ്ങളുടെ പുറകെയൊക്കെ പോവും. ചരട് കെട്ടാനും തൊട്ടിൽ കെട്ടാനും ഒക്കെ നമ്മൾ പോവും. അതിലെവിടെയാ രക്ഷ? താഴ് മേടിച്ചിട്ട് ഇന്നലെ ഒരു കുടുംബം വന്നത്, അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അയ്യോ, ഇത് പണ്ടുണ്ടായിരുന്നാണല്ലോ, ഇപ്പം ഇതൊന്നും ഇല്ലേ? ഇതൊക്കെ ഇവിടെ ഈ കൈവരി ഉണ്ടല്ലോ, ഇവിടെ ഇതിന് ഓരോ ചങ്ങലകളുണ്ടായിരുന്നു. ഇവിടെ പണ്ട് ചങ്ങലകളുണ്ടായിരുന്നു. ഇപ്പം ചങ്ങലകളിലൊക്കെ ഈ താഴ് പൂട്ടിയിടാൻ തുടങ്ങിയപ്പോൾ ചങ്ങലകൾ എടുത്ത് മാറ്റി. കാരണം ആളുകൾ അന്ധമായിട്ട് വേറെന്തോ വഴിക്ക് പോകുക. കുർബാനയ്ക്ക് മുമ്പ് അൾത്താരയ്ക്ക് ചുറ്റും പോലും അവരാശ്രയിക്കുന്ന താക്കോലിനെ ആശ്രയിക്കുന്നു, ചരടിനെ ആശ്രയിക്കുന്നു, തൊട്ടിലിനെ ആശ്രയിക്കുന്നു. ഈശോ ഇങ്ങനെ വിഷമിച്ച് നോക്കി നിൽക്കുക. എൻ്റെ ഈശോ എന്നൊരു സമയം പറയുകയും മറ്റേ സമയമൊക്കെ വേറെ താക്കോലിനെ ആശ്രയിക്കുന്നു. വീട് പണിയാൻ താക്കോലാണോ വീട് പണിത് തരുന്നത്? അതാണ് നമുക്ക് കുറച്ചുകൂടി ലോജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ താക്കോൽ വിതരണം ചെയ്യാൻ അനധികൃതമായിട്ട് കച്ചവടം നടത്താൻ ആരെങ്കിലും ഈ വലിയ തീർത്ഥാടന കേന്ദ്രം ക്രമീകരിച്ച് വെക്കുമോ? അപ്പോൾ അതാണ് നമ്മൾക്ക് ശരിക്കും നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം. ഇനി 2 കൊരിന്തോസ് 9:7 ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് വഴങ്ങിയോ ആകരുത്. വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത്. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി. ഇത് നമ്മളിങ്ങനെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നൊരു കാര്യം. ഇങ്ങനെ അനുഗ്രഹം ഇങ്ങനെ വാരി വിതറുന്നുണ്ട് പരിശുദ്ധ കുർബാനയിലൂടെ. ഒരു മിഠായി പെറുക്ക് മത്സരമില്ല, അതിൽ ഇങ്ങനെ മിഠായി ഇങ്ങനെ വാരി വിതറും. അതിൽ നല്ല കഴിവുള്ളവൻ, ആഗ്രഹമുള്ളവൻ ഓടിച്ചാടി അതെടുക്കും എന്നത് പറഞ്ഞ പോലെ. ഇത് ചേരുവോന്നറിയില്ല ഈ ഉദാഹരണം, എന്നാലും അത് നമ്മൾ എടുക്കുന്നത് പോലെയാണ്. അനുഗ്രഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. നമുക്ക് ആഗ്രഹമില്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റുകയില്ല. അതാണ് ഈ ഒരു കാര്യം ഉണ്ട്. ഈ വിശുദ്ധ ജോൺ മരിയ വിയാനിയൊക്കെ പറയുന്നത് ഒരുവന്റെ ജീവിതത്തിൽ ഒരു ദിവസം ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മയാണ് പരിശുദ്ധ കുർബാന സ്വീകരണവും അർപ്പണവും. ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ചെയ്യാവുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഹൈലൈറ്റ് പരിശുദ്ധ കുർബാനയാണ്. ഇതൊരു റിട്രീറ്റ് സെന്റർ അല്ല, ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ദിവസേന 11ഉം 12ഉം കുർബാനകളാണ്. അപ്പം കുർബാനയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അപ്പോൾ ഈ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി നമുക്ക് ചെയ്യാവുന്ന കാര്യം പരിശുദ്ധ കുർബാന തന്നെയാണ്. മദർ തെരേസ പറയാണ്, വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും കരുണയിലും പങ്കുചേരുന്നത് കൊണ്ട് അത് ലോകത്തെ സ്നേഹിക്കാനുള്ള പ്രചോദനവും ശക്തിയും നമുക്ക് നൽകും. അതിൽ തന്നെ ഈശോയുടെ കരുണയും സ്നേഹം ഉള്ളതുകൊണ്ട്, ഈശോയെ തന്നെ സ്വീകരിക്കുന്നത് കൊണ്ട്
നമുക്ക് അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട്. ഇത് നമുക്ക് വലിയ അനുഗ്രഹമായിട്ട് മാറാത്തതും നമുക്ക് ഈ കുർബാനയ്ക്ക് നമ്മൾ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ്, വലിയ കാര്യമായിട്ട് ഇതിനെ കരുതാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് കരുതുകയാണെങ്കിൽ ആദ്യവസാനം കുർബാന അർപ്പണം ഇല്ലേ, ആദ്യവസാനം കുർബാന അർപ്പണം. ഞായറാഴ്ച ഒരു കാരണവശാലും നമ്മൾ കുർബാന മുടക്കുകയില്ല. ഇത് വലിയ കാര്യമായിട്ട് കരുതാത്തത് കൊണ്ടാണ്. എവിടെയെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് കുർബാനയുമായിട്ടാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും, കുർബാനയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അത് കുറച്ച് വൈകിച്ചെന്നാൽ ആരും ചോദിക്കാനില്ലല്ലോ, പക്ഷെ ദൈവം എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ്, ദൈവം നമ്മുടെ മനസ്സ് കാണുന്നുണ്ട്. വൈമനസ്യത്തോടെ ചെയ്യരുത്, നല്ല ആഗ്രഹത്തോടെ ചെയ്തു കഴിഞ്ഞാൽ ഇത് അനുഗ്രഹമാണ്. ഇത് വലിയ നന്ദിയോടുകൂടെ ചെയ്യണം, നന്ദിയോടുകൂടെ ചെയ്യണം. അതാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞല്ലോ, 2 കൊരിന്തോസ് 9:15 അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിന് നന്ദി. അങ്ങനെ നന്ദിയോടുകൂടെ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം അതിൽ 1-ാം അധ്യായം 4-ാം വാക്യം, ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന്, ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകുകയാണ്. അതായത് ഈശോ തന്നെ പരിശുദ്ധ കുർബാനയിൽ വസിക്കുമ്പോൾ നമ്മളത് സ്വീകരിക്കുമ്പോൾ നമുക്കൊരു ദൈവിക സ്വഭാവത്തിൽ നമ്മൾ പങ്കുകാരാകുകയാണ്. ഈശോ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് എത്ര അത്ഭുതമാണ്. അപ്പോൾ ഇത് തന്നെയാണ്, അത് ക്രിസ്തു അല്ലാതെ മറ്റൊന്നുമല്ല. പരിശുദ്ധ കുർബാന, തിരുവോസ്തി, അത് ക്രിസ്തു അല്ലാതെ മറ്റൊന്നുമല്ല. എൻ്റെ ഈശോയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വലിയ വിലയുള്ള കാര്യമല്ലേ. അത് ക്രിസ്തുവല്ലാതെ മറ്റൊന്നുമല്ല. അങ്ങനൊരു ചിന്ത ഉള്ളിലുണ്ടോ? അത് ക്രിസ്തുവല്ലാതെ മറ്റൊന്നുമല്ല, അത് ക്രിസ്തു തന്നെയാണ്. പരിശുദ്ധ കുർബാനയിൽ അത് ക്രിസ്തു തന്നെയാണ്. അപ്പോൾ ഒരാളും നമുക്കറിയാമല്ലോ, ബൈബിളിലും ആർക്കോ വേണ്ടി അത് സ്വീകരിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ആർക്കോ വേണ്ടി സ്വീകരിച്ചു. വക്ഷസ്സിൽ ചാരിക്കിടന്നവൻ ചോദിച്ചു, കർത്താവേ, ഒറ്റിക്കൊടുക്കാനുള്ളവൻ ആരാണത് എന്ന് ചോദിച്ച ഉടനെ അവൻ പ്രതിവചിച്ചു, അപ്പക്കഷണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. അവൻ അപ്പക്കഷണം മുക്കി ശിമയോൻ സ്കറിയോത്തായുടെ മകൻ യൂദാസിന് കൊടുത്തു. അപ്പക്കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. ഇത് പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? ഒന്നും മനസ്സിലായിട്ടില്ല. എന്തോ അങ്ങനെ സ്വീകരിച്ചു, പോയി നിന്നു, അങ്ങനെ സ്വീകരിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് അവൻ വേറെ പല കാര്യങ്ങളും ചെയ്യാൻ പോയിട്ടുണ്ട്. അതാണ് നടപടി പുസ്തകത്തിൽ 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് അവൻ നേതൃത്വം കൊടുത്തു എന്ന് പറയാം. സഹോദരരെ, യേശുവിനെ പിടിക്കാൻ വന്നവർക്ക് നേതൃത്വം നൽകിയ യൂദാസിനെ കുറിച്ച് ദാവീദ് വഴി പരിശുദ്ധാത്മാവ് അരുളി ചെയ്ത വചനം പൂർത്തിയാകേണ്ടിയിരിക്കും. നേതൃത്വം കൊടുത്തു. ഈശോയുടെ കൂടെ നിന്നവൻ ഈശോയെ ഒറ്റിക്കൊടുക്കാൻ നേതൃത്വം കൊടുത്തു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ പറയുന്നത്, 12 പേരിൽ ഒരുവനായ യൂദാസ് കറിയോത്താം പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു. അവരെല്ലാം ഒരുമിച്ചിരിക്കുകയല്ലേ ഈശോയുടെ കൂടെ 13 പേര് ഇല്ല, ഈശോയും 12 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവൻ ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞ പോയിട്ട് അവൻ ബെറ്റ് വയ്ക്കാൻ പോയി. ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? അവർ അവന് 30 വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു. അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ അവസരം അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടല്ലേ വന്നിട്ട് അപ്പക്കഷണം സ്വീകരിച്ചത്? ഇടയ്ക്ക് കൂട്ടമായിട്ടിരുന്നതിൻ്റെ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് അവൻ അവിടെ പോയിട്ട് ഇപ്പം വരാം ഈശോയോട് അവരോട് പറഞ്ഞിട്ടല്ലല്ലോ പോയത്. ഞാൻ പുരോഹിതന്മാരെ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണോ പോയത്? അല്ല. അതിൻ്റെ ഇടയ്ക്ക് അവൻ എഴുന്നേറ്റ് പോയിട്ട് അവൻ ഈ വക കാര്യങ്ങൾ ചെയ്തിട്ട് വന്നിട്ട് അപ്പക്കഷണം സ്വീകരിച്ചു. പിന്നെ എങ്ങനെ ഫലവത്താവും? അതാണ് നമുക്ക് ഇവിടെ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് കുർബാന കഴിയുമ്പോൾ തന്നെ നിങ്ങളെ ചുറ്റും വട്ടമിട്ട് ചില ആളുകൾ വരും. അത് വാങ്ങിക്ക്, ഇത് വാങ്ങിക്ക്. നിങ്ങൾ വാങ്ങിക്കുമോ? ഈശോയാണോ നിങ്ങൾക്ക് വലുത്? ചരടാണോ വലുത്? താക്കോലാണോ വലുത്? ഇത് നമ്മളെ ചിന്തിക്കണം. ഇത് യൂദാസ് ചെയ്തത് അങ്ങനെ തന്നെയാണ്. യൂദാസ് ഈശോയുടെ കൂടെ നിന്നവൻ ഇടയ്ക്ക് പോയിട്ട് വേറെ പണിക്ക് പോയി. നിനക്ക് ഈശോ അല്ലാതെ വേറൊരു കാര്യമുണ്ടോ? നിന്റെ കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൽ ഈശോ അല്ലാതെ നിനക്കൊരു കാര്യമുണ്ടോ? ഈശോയേക്കാൾ വലിയ കാര്യം നിനക്കുണ്ടോ? ഈശോ നിനക്ക് വലിയ കാര്യമല്ല എങ്കിൽ എങ്ങനെ പ്രവർത്തിക്കാനാണ് ഈശോ?
ഈശോ നിനക്ക് വലിയ കാര്യമല്ല എങ്കിൽ ഈശോ നിന്റെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കും? നീ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന എല്ലാം വ്യർത്ഥമായി പോകുകയല്ലേ? നീ വേറെ ഇടപാട് ചെയ്തിട്ട് മറ്റാളുകളുമായിട്ട് തിന്മയുമായിട്ട് കരാറ് ചെയ്തിട്ട് വന്നിട്ടാണ് നീ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതെങ്കിൽ നീ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന നിന്നിൽ എങ്ങനെ ഫലവത്താവും? എങ്ങനെ ഫലിക്കും? പാഴായിപ്പോയില്ലേ? അതാണ് കുംഭസാരം കഴിയുമ്പോൾ കുംഭസാരത്തിലൂടെ യഥാർത്ഥത്തിൽ കിട്ടുന്നത് പാപമോചനവും ദൈവവരപ്രസാദവുമാണ്. ദൈവവരപ്രസാദവും പാപമോചനവും കിട്ടുന്നത് ഈശോയുടെ കുരിശ് മരണത്തിൻ്റെ യോഗ്യതയാലാണ്. അപ്പം അതിനിടയ്ക്ക് ഒരു കാര്യം ചെയ്യണം, തീരുമാനിക്കണം. ഞാനിനി നന്നായി ചെയ്തോളാം കർത്താവേ, ഞാനിനി ശ്രദ്ധിച്ചോളാം കർത്താവ്. ഒരു തീരുമാനം എടുക്കണം. ഈ തീരുമാനം എടുത്തില്ലെങ്കിൽ ആ കൃപ ഫലിക്കില്ല, കൃപ പാഴായിപ്പോവും. പാഴാക്കുകയാണോ കൃപകളെ? ഇത്രയും കാലം അർപ്പിച്ച കുർബാനകൾ പാഴായിപ്പോയോ? ഇനിയും അങ്ങനെ പാഴാക്കാനാണോ ചിന്ത? ഇനിയും ശ്രദ്ധയോടുകൂടി ഈശോ തന്നെയായ പരിശുദ്ധ കുർബാന നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് അശ്രദ്ധമായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണോ? അതുകൊണ്ട് നന്ദിയോടുകൂടെ ഇത് സ്വീകരിക്കണം. ഇത് നന്ദിയോടുകൂടെ ഓരോ കുർബാന കഴിയുമ്പോഴും ദൈവത്തിന് നന്ദി പറയണം. ഇപ്പം തിരുഹൃദയ മാസമാണല്ലോ, തിരുഹൃദയ മാസം. തിരുഹൃദയ മാസത്തിൽ നമ്മളെപ്പോഴും ഉരുവിടുന്ന ഒരു തിരുഹൃദയ ജപമാലയൊക്കെ ഉണ്ട്. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കി തീർക്കണമേ. അത് നമ്മൾ ഉരുവിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം. ഈശോയുടെ സ്നേഹമാണല്ലോ, ഹൃദയത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധ കുർബാന. ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധ കുർബാന. അത് നമ്മൾ സ്വീകരിക്കണ്ടേ? അതുകൊണ്ട് അത് നമ്മളൊന്ന് നന്ദിയോടുകൂടെ കുർബാന കഴിയുമ്പോഴൊക്കെ എൻ്റെ ഈശോയെ നന്ദി, എനിക്ക് കുർബാന സ്വീകരിക്കാൻ സാധിച്ചല്ലോ, എൻ്റെ ഈശോയെ നന്ദി എന്നൊക്കെ പറയണം. നമ്മൾ മിശിഹായുടെ ദിവ്യാത്മാവെ, ആ പാട്ടുകളൊക്കെ നമുക്കറിയാവുന്നതാണ്. മിശിഹായുടെ ദിവ്യാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ, മിശിഹായുടെ തിരുശരീരമേ എന്നെ രക്ഷിച്ചിടണമേ. ഇത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം. ഈശോയുടെ ശരീരമല്ല കടന്നു വരുന്നത്. ഈശോയുടെ ശരീരം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ ഈശോയെ എൻ്റെ ഉള്ളിലേക്ക് വന്ന അങ്ങയുടെ ശരീരം വഴി എന്നെ രക്ഷിക്കണമേ. എൻ്റെ ഈശോയെ, അങ്ങ് വന്നല്ലോ എൻ്റെ ശരീരത്തിലേക്ക്, ഈ ശരീരം വഴി എന്നെ രക്ഷിക്കണം. ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്ന നന്ദിയുള്ള മനസ്സുകൾ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടാകട്ടെ. ഈ ഇടയ്ക്ക് ഇറങ്ങിയ നല്ലൊരു ഇടയ്ക്കല്ല, കുറച്ച് നാളായി നല്ലൊരു പാട്ടാണ് അത്. അതിൻ്റെ വരികൾ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാനാഗ്രഹമുണ്ട്, അവിടുത്തെ തിരുനീണം നുകരാൻ അതിയായ ദാഹമുണ്ട്. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാനാഗ്രഹമുണ്ട്, അവിടുത്തെ തിരുനീണം നുകരാൻ അതിയായ ദാഹമുണ്ട്. അതിനായി വരമേകണേ, അതിനീശോ നീ വരണേ. അതിനായി വരമേകണേ, അതിനീശോ നീ വരണേ. ഇത് ആഗ്രഹം ഉണ്ടാകണം. ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാനും പറയാനും പറ്റൂ. ആഗ്രഹത്തോടെ സ്വീകരിക്ക് പ്രിയ ദൈവ പൈതലേ. ഈശോ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവപിതാവ് ആഗ്രഹിച്ചിട്ടാണ് ഈശോയെ തന്നത്. ഈശോ നല്ല മനസ്സോടുകൂടിയാണ് ഭൂമിയിലേക്ക് വന്നത്. ഈശോ നല്ല മനസ്സോടുകൂടിയാണ് കുരിശിൽ മരിച്ചത്. ആർക്കോ വേണ്ടിയിട്ടല്ല, ദൈവപിതാവിന് ഇഷ്ടപ്രകാരം ചെയ്തതാണ്. അപ്പം നീ ഈ ഈശോയെ, നമുക്ക് വേണ്ടി മരിച്ച ഈശോ, അത് അപ്പത്തിൽ വരുമ്പോൾ ആർക്കോ വേണ്ടിയിട്ടെന്നല്ലാതെ നിനക്ക് വേണ്ടി എൻ്റെ ഈശോയെ എനിക്ക് ആഗ്രഹമുണ്ട്, അതിനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈ മറിയത്തെ ഇത് ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ, ഈ ദൗത്യം ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ മറിയം ഈശോയെ കാത്തു സൂക്ഷിച്ചു. പിതാവായ ദൈവം ഏൽപ്പിച്ചു കൊടുത്തതല്ലേ. അതുകൊണ്ട് ആ കുരിശിൻ്റെ വഴിയിലൂടെ ഒക്കെ നടന്ന് കുരിശിൻ്റെ ചുവട് വരെ പോയി നിന്ന് ആ മൃതദേഹം, ഈശോയുടെ മരിച്ച ശരീരം, അത് മടിയിലേക്ക് ഏറ്റുവാങ്ങി. എത്ര ആഗ്രഹമാണ് മറിയത്തിന്.
മറിയത്തെ പോലെ ആഗ്രഹം തരണമേ. പരിശുദ്ധ കുർബാനയോട്, ഈശോയോട് എനിക്കൊരാഗ്രഹം തരണമേ. കർത്താവേ, എന്നെ സഹായിക്കണമേ. കർത്താവേ, വെറുതെ അങ്ങ് പോകാതെ എന്തോ എനിക്ക് ഞാൻ ചെയ്തു, എന്നെ ഈശോയെ ഞാൻ സ്നേഹിച്ചു എന്ന് എൻ്റെ നെഞ്ചിൽ കൈവച്ച് പറയത്തക്ക വിധത്തിൽ ഈശോയെ സ്നേഹിക്കാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. അപ്പവും വീഞ്ഞുമീ അൾത്താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവ സ്വീകരിച്ചൻപോടെ ആശീർവദിക്കൂ തമ്പുരാനേ. അപ്പവും വീഞ്ഞുമീ അൾത്താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവ സ്വീകരിച്ചൻപോടെ ആശീർവദിക്കൂ തമ്പുരാനേ. ആശീർവദിച്ചങ്ങി കാഴ്ചദ്രവ്യങ്ങൾ അലിവോടെ ഞങ്ങൾക്കു നൽകിടുമ്പോ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും അവിടുത്തെ സഭയുടെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, മനുഷ്യകുലത്തിൻ്റെയും സമർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങളുടെയും സത്ത ഭോജനത്താൽ അങ്ങ് പരിപോഷിപ്പിക്കുകയും കൂദാശയാൽ നവീകരിക്കുകയും ചെയ്യുന്നുവല്ലോ. അവയുടെ സഹായം ഞങ്ങളുടെ ശരീരങ്ങൾക്കും മാനസങ്ങൾക്കും ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന.
കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ്യമെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും
അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ള പാരിലുമായിടേണം. അന്നു വേണ്ടുന്ന ആഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ
നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. യോഗ്യമല്ലിൻ ഭവനം നാഥ നിന്നെ എതിരേൽക്കുവാൻ. യോഗ്യമല്ലിൻ ഭവനം നാഥ നിന്നെ എതിരേൽക്കുവാൻ. ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും, ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും, ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച അങ്ങേ ദിവ്യ ഭോജനം അങ്ങിലുള്ള വിശ്വാസികളുടെ ഐക്യം സൂചിപ്പിക്കുന്ന പോലെ അങ്ങേ സഭയിലത് ഐക്യത്തിൻ്റെ ഫലമുളവാക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും
അങ്ങനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. നിന്റെ തകർച്ചയിൽ ആശ്വാസമേക, നിന്റെ തളർച്ചയിലൊന്നു ചേരാ